പ്രപ്പോസൽസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നുണയായി പോകും. ഒരുപാട് പ്രപ്പോസൽസ് വരാറുണ്ട്. അത് പല ടൈപ്പിലുണ്ടല്ലോ. കോഴിയായിട്ട് വരുന്നവരുണ്ട്, ലവറായിട്ട് വരുന്നവരുണ്ട്, ബെസ്റ്റി ആയിട്ട് വരുന്നവരുണ്ട്. പിടിക്കപ്പെട്ടാൽ നമ്മൾ പറയുന്ന വാക്ക് ബ്രദർ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ബെസ്റ്റി എന്നാണ് പറയാ. ആ ബെസ്റ്റി എന്ന് പറഞ്ഞ വാക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രോഡ് വാക്കാണ്. പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് അയാൾ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നുകയാണ്. അയാൾക്ക് അത്രമാത്രം ഭംഗിയൊന്നും ആക്ച്വലി ഇല്ല എന്നുള്ളത് ഈ പ്രേമത്തിൽ നിന്ന് മാറി അപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവനെയാണോ നമ്മൾ ഇത്ര നാൾ കൊണ്ടുവന്നത്, അയ്യേ ഇവനെ കൊള്ളില്ലല്ലോ എന്ന് തോന്നുന്നത് ആ പ്രേമം എന്ന് പറഞ്ഞ എലമെന്റ് പോകുമ്പോഴാണ്. ആക്ച്വലി നമ്മളൊരു ബന്ധത്തിലിരിക്കുമ്പോൾ വേറൊരാളോട് ഒരു ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ബന്ധം മരിച്ചു എന്നാണ് അർത്ഥം. ചില ആളുകൾ ഒരു ബന്ധത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചില ബന്ധങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി ചെന്ന് പെടാറുണ്ട്. പ്രേമം വന്നാൽ നമ്മൾ പൊട്ടന്മാരാവുകയാണല്ലോ, നമ്മൾ ശരിക്കും മൂക്കൂത്തി വീഴാണ്. രണ്ട് കാര്യമാണ് പ്രണയത്തിൽ മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്, മറ്റൊന്ന് ട്രസ്റ്റ്. ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രണയം കൊണ്ട് യാതൊരു കാര്യമില്ല. പ്രേമത്തിലുള്ള ഒരാൾ മാത്രമേ മൂക്കുകുത്തി വീഴുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒരേ ലെവലിലല്ല പ്രേമം. സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ നെറ്റ് ചുളിയാണ്. പ്രധാന അധ്യാപകരോ ടീച്ചേഴ്സോ ഒക്കെ കുട്ടികൾക്ക് എങ്ങനെ മാർക്ക് വാങ്ങും, കുട്ടികളെ എങ്ങനെ ജീവിക്കാന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. പ്രളയം വന്ന് വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ രക്ഷിക്കാനായി ഓടി വന്ന അധികം ആളുകളും ഈ റോഡ് സൈഡിൽ നമ്മൾ തെണ്ടിപ്പിള്ളേരെന്ന് കുത്തിരി കുത്തിയിട്ടുള്ള ഒരു കാറ്റഗറി ആളുകളുണ്ടല്ലോ, അവരാണ് രക്ഷിക്കാൻ വരിക. നിഷ റാഫേലാണ് നമുക്കൊപ്പോൾ. ഹായ് നിഷ. ഹായ്. നമ്മൾ തൃശ്ശൂർ ഇതേ സ്ഥലത്ത് മുമ്പൊരിക്കലിരുന്നപ്പോൾ നിങ്ങളൊരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളൊരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചില ഈ ഷെയ്ഡുകൾ വന്നു, ചില സംഭവങ്ങൾ ഈ എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും ബാധിക്കുന്ന രീതിയിലൊക്കെയാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ, പക്ഷേ അങ്ങനെ ഒരു സാധനമുണ്ട്, അതിനകത്തൊരു സാധ്യത. എന്തുകൊണ്ടായിരിക്കും ആ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചതെന്നാണ് നിഷ കരുതണേ? ആക്ച്വലി ഇതൊരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് പോലും ശരിയല്ല. പക്ഷെ അത് ഓരോരുത്തരും ഓരോ സ്റ്റേജ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തി ഒരു മോട്ടിവേഷണൽ സ്പീക്കറേ അല്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ആക്ച്വലി നമ്മൾ ഒരു പ്രസംഗത്തിലും ആരെയും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഇൻസ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എല്ലാവരുടെ ഉള്ളിലും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇന്ധനമുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി കേടായി കിടക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷെ ഒരു 10 രൂപയുടെ ഇന്ധനം അടിച്ചിട്ട് ആ വണ്ടിക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തിലുള്ള ടോക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം കിട്ടുമെന്നല്ലാതെ അൾട്ടിമേറ്റ്ലി ആർക്കും ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഇൻസ്പയർ ചെയ്ത് വിടാൻ പറ്റും. മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ കറക്റ്റായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പോൾ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു എനർജി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില റാപ്പേഴ്സ് ഒക്കെ പാട്ട് പാടുന്ന സമയത്ത് അവർ ചില തെറിയൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഈ ആൾക്കാരൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടി കൂടെയാണ്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും ഈ തെറി കാണാം, പക്ഷെ അതല്ലാതെ അതിനൊന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടി ചില വാക്കുകളൊക്കെ വേണമെന്ന് വിശ്വസിക്കുന്നുണ്ട് സമൂഹം. അതിന്റെ ഭാഗവും കൂടി ആയിരിക്കാം. കാരണം ആളുകളെ നമുക്ക് എല്ലാ ഓഡിയൻസിൽ ഇരിക്കുന്ന ആളുകളും പല രീതിയിലുള്ള എനർജിയുള്ളവരായിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് ആകെ 1-2 വരികളിലൂടെ തന്നെ അവർ ഇൻസ്പയർഡ് ആവും. ചിലർക്ക് മണിക്കൂറുകളോളം നമ്മൾ സംസാരിക്കേണ്ടി വരും. ചിലർക്ക് ചെറിയ ചെറിയ കഥകൾ മതിയായിരിക്കും, ചിലർക്ക് ചാടിത്തുള്ളേണ്ടി വരുമായിരിക്കും. അപ്പോൾ എനർജി ലെവൽ പാസ് ചെയ്യുന്നതും ആളുകളിലേക്ക് എത്തുന്നതും പല രീതിയിലാണ്. അതിനുള്ള ചില ടെക്നിക്കായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 2 തരത്തിലുള്ള സംസാരം നടത്താറുണ്ട് നിഷ. ഒന്നെന്ന് പറഞ്ഞത് ആൾക്കാരോട് പേഴ്സൺ ടു പേഴ്സൺ സംസാരിക്കുന്ന ഒരു സാധനമാണ്, അത് കാമായിട്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോഴും പൊതുവിൽ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നിഷയുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര വാക്കുകളൊക്കെ ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയത് മോഡുലേഷൻ ഇങ്ങനെ കയറ്റി പിടിക്കണോ, നമ്മളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ താഴ്ത്തി പിടിച്ചാൽ പോരെ എന്ന് വിചാരിക്കാറുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് വന്നിട്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആകുമ്പോൾ വ്യക്തത വരാൻ വേണ്ടിയിട്ട് പിടിച്ച് ആ മോഡുലേഷനിലേക്ക് മാറിപ്പോകുന്നതാണ്. അല്ല, ആക്ച്വലി റിയൽ ലൈഫിലുള്ള നിഷ രണ്ടാണ്. റിയൽ ലൈഫിൽ നിങ്ങളൊക്കെ കാണുന്ന നിഷ വളരെ കാമായി സംസാരിക്കുന്ന, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പതുക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ ചാടി നിൽക്കുന്ന, ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ആക്ച്വലി എൻ്റെ ഒരു സംസാര രീതി, ഇതാണ്. മറ്റേത് ഞാൻ ആക്ച്വലി ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു നിഷയാണ് നിങ്ങൾ റിയൽ ലൈഫിൽ കാണുന്നത്. റിയൽ നിഷ അതല്ല ആക്ച്വലി, അതാണ് വ്യത്യാസം. റിയൽ നിഷ ആണ് വേറെ ലെവൽ. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്യാവശ്യം സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു 21-ാം വയസ്സിലാണ് നിഷയുടെ കല്യാണം നടക്കുന്നത്. അത്ര ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചതൊക്കെ കൊണ്ടായ അനുഭവങ്ങളാണോ ഒരുപക്ഷെ ആളുകൾക്കൊക്കെ പങ്കുവെച്ച്? അല്ല, അത് വിവാഹവുമായിട്ട് റിലേഷൻഷിപ്പിന് യാതൊരു ബന്ധമില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചത് പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വീട്ടിൽ ഇത്തിരി യാഥാസ്ഥിക ചിന്താഗതിയുള്ള വീട്ടുകാരായതുകൊണ്ട്, ഞാൻ മൂത്ത കുട്ടി ആയതുകൊണ്ടും കുറച്ച് പഴയ കാലഘട്ടത്തിലെ ആളുകൾ പെട്ടെന്ന് കെട്ടിച്ചുവിടുമല്ലോ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കല്യാണം കഴിഞ്ഞ് പോയതാണ്. പക്ഷെ നമ്മുടെ തന്നെ സൗഹൃദ ബന്ധത്തിലുള്ള ഇപ്പം നമുക്ക് തന്നെ ഉണ്ടായിട്ടുള്ള പല എക്സ്പീരിയൻസുകളുണ്ട്. അത് വിവാഹത്തിന് ശേഷം ആവാമല്ലോ, റിലേഷൻഷിപ്പ് അതിന് മുമ്പ് മാത്രമൊന്നും നമ്മളെവിടെയും പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ വന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് പറഞ്ഞ് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കണമെന്ന്
പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ സംസാരം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. അങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷണൽ ഫീൽഡിലോട്ട് തന്നെ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരെ ഡിസിഷൻ എടുപ്പിക്കാൻ പ്രേരിപ്പിക്കാനേ പറ്റുള്ളൂ, ഡിസിഷൻ എടുത്തു കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ്, ഏത് വഴിയിലാണ് ശരിക്കും സംസാരിക്കുന്നത്? പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും ഇതിനകത്ത്. ഇപ്പം നിഷയുടെ വഴി എന്താണെന്നൊന്ന് പറയാമോ? ഞാൻ ആക്ച്വലി പേഴ്സണൽ കൗൺസിലിങ്ങുകളൊന്നും ആർക്കും എടുത്തു കൊടുക്കാറില്ല. അതിനൊരു കാരണമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, ടീച്ചർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടുപോയിട്ടുണ്ട്, ഒന്ന് കരകയറാനായിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരും. പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു വഴിയായിരിക്കില്ല മറ്റൊരാൾക്ക് പറ്റുന്ന വഴി, അല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ആളുകൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യം അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഞാൻ ഈ പേഴ്സണൽ കൗൺസിലിംഗ് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒരു ദിവസം അവരെന്നെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ അവരെ കേൾക്കണം. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കാരണം നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മളൊരു ദിവസം ഫോൺ എടുക്കാതെ ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്യുക. കാരണം ഇതുവരെ എന്നെ കേട്ടിരുന്ന ടീച്ചർ നാളെ കേൾക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അത്തരം പേഴ്സണൽ കൗൺസിലിങ്ങുകളിലേക്ക് പോകാറില്ല. പിന്നെ ഞാൻ വീഡിയോസിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. ഡെഫിനറ്റ്ലി പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആണ്. കാരണം തീരുമാനം എടുക്കാനായിട്ട് ചില ആളുകൾക്ക് വളരെ ക്വിക്കായിട്ട് പറ്റും, ചിലർക്ക് വളരെ പതുക്കെ പറ്റുള്ളൂ, ചിലർക്ക് തീരുമാനം എടുത്താൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിഷയെ വളരെ ദേഷ്യപ്പെട്ട് കാണും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കില്ല. അപ്പോൾ എന്നെ അധികം വീഡിയോസിൽ കാണുന്ന ആളുകളെല്ലാം പറയാറുള്ളത് ടീച്ചറുടെ എന്തൊരു നല്ല ചിരിയാണ്, ടീച്ചറുടെ ചിരി കണ്ടാൽ തന്നെ വളരെ പോസിറ്റീവാണ്, ടീച്ചറെ ഭാര്യയായി കിട്ടിയ ഭർത്താവ് എത്രയോ ഭാഗ്യവാനാണ്, ടീച്ചറുടെ മക്കൾ എത്ര ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് നോക്കണം. ഈ കാണുന്നതല്ല എൻ്റെ സ്വഭാവം. അതായത് ആക്ച്വലി ഞാനൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ്. അതായത് വീഡിയോസിലൊക്കെ കണ്ട് ചിരിച്ച് കളിച്ച് എല്ലാവരെയും കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുന്ന ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളാണ്. ശരിക്കും നാഗവലി കയറിയ പോലെയാണ്. അപ്പോൾ ഈ പറയുന്ന ആൾക്ക് അങ്ങനെ ആകാൻ കഴിയുമെങ്കിൽ ഓരോ വ്യക്തികളുടെ ഉള്ളിലും പല പല പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന രജനീഷ ആയിരിക്കില്ല ആക്ച്വലി വീട്ടില്, അങ്ങനെ ഒരാളായിരിക്കില്ല സ്റ്റുഡിയോയില് സഹപ്രവർത്തകർ. അപ്പൊ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ആളുകളുടെ പേഴ്സണാലിറ്റി പല ഡിഫറെന്റ് കാറ്റഗറിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്താണെന്ന് ആദ്യം അറിയണം. എനിക്കതുള്ളത് എന്നെ കുറിച്ചുള്ള ഒരു അവബോധമാണ്. ഞാൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് വേറൊരാൾ എന്നെ വന്ന് കളിയാക്കിയ പോലും അതെൻ്റെ മേത്ത് തട്ടാറില്ല. കാരണം എനിക്കറിയാലോ ഞാൻ എന്താണെന്ന്. പലർക്കും ഇല്ലാതെ പോകുന്ന അത്തരം അവബോധങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ വരാൻ പോകുന്ന ഇല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ആശങ്കകളിൽ ഒന്നെന്ന് പറയുന്നത്, ഈ മറ്റൊരു ആളിനെ ഇല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റൊരു ബന്ധത്തിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുക, ഏത് ബന്ധമാണ് തുടരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഏത് അളവിലാണ് ഇത് കൊണ്ടുപോകേണ്ടത്. ചിലപ്പോൾ ഒരു മാരിറ്റൽ സ്റ്റാറ്റസിലുള്ളതായിരിക്കാം, അപ്പം അതിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഈ നിലവിൽ നിൽക്കുന്ന ഒരു ബന്ധത്തിൽ നിന്ന് വേറൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു ബ്രേക്കപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ ഇതൊക്കെ പെൺകുട്ടികൾക്ക് ഇത് ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആൺകുട്ടികൾ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പെൺകുട്ടികളൊക്കെ ചിലരോടെങ്കിലും ചോദിക്കാറെങ്കിലും ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ എന്താണ് അവരോട്, എങ്ങനെയാണ് അവരെ പ്രിപ്പയർ ചെയ്യുക? ആക്ച്വലി നമ്മളൊരു ബന്ധത്തിലിരിക്കുമ്പോൾ വേറൊരാളോട് ഒരു ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ബന്ധം മരിച്ചു എന്നാണ് അർത്ഥം. ഓൾറെഡി നമ്മളൊരു ബന്ധത്തിലിരിക്കുമ്പോൾ വേറൊരാളോട് നമുക്കൊരു അട്രാക്ഷനോ ക്രഷോ തോന്നുന്നോ ഓക്കെ, പക്ഷെ വേറൊരാളോട് നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ ആദ്യത്തെ ബന്ധം ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ ചില ആളുകൾ ഒരു ബന്ധത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചിലപ്പോൾ ചില ബന്ധങ്ങളിലേക്ക് പെട്ടെന്നൊരു ആശ്വാസത്തിന് വേണ്ടി ചെന്ന് പെടാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി തീരാറില്ല. കാരണം ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്ന് പെടുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പ്രശ്നത്തിലാണ്, ഈ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാനായിട്ട് വേറൊരാളെ നമ്മൾ കണ്ടെത്തും. അപ്പോൾ നമ്മൾ ആകെ കണ്ടെത്തുന്നത് അവരെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും നമ്മൾ മറ്റേ ചതിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം മുഴുവൻ അവിടെ പോയി പറയുന്നു, അവർ നല്ലൊരു ലിസണറായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആശ്വാസങ്ങൾ തരുന്നു. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പക്ഷേ കരകയറാൻ പറ്റും. പക്ഷെ നമ്മൾ കരകയറി കഴിഞ്ഞു എന്നാവുമ്പോൾ, നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് പറയണം ഓക്കെ ബൈ, എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ആക്ച്വലി മറുഭാഗത്തുള്ള ആള് ശരിക്കും കോമാളിയായി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു വിഷമമുള്ള സാഹചര്യങ്ങളിൽ ഒരു ബന്ധത്തിലേക്കും പോയി പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൽ നിന്നിട്ട് പിടിവിടൂല, അവിടെ ഇട്ട് എത്തൂല, നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലെത്തും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം ഹീൽ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കരിയർ പരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വയോ ഒരു സെൽഫായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ തന്നെ എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം
നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് എപ്പോഴും ആ സമയത്ത് ഏറ്റവും നല്ലത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ ഇത് ബിൽഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ അതുമല്ല അതൊരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്, മറ്റേതെന്ന് വെച്ചാൽ ഒരു കരിയർ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പം എല്ലാത്തിലും ഒരു ഉയർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഈ സൊല്യൂഷനിലേക്ക് എത്താൻ ഈ മാനസികാവസ്ഥ പറ്റില്ലല്ലോ. അപ്പം ഒരു സത്യത്തിൽ ഒരു പ്രോപ്പർ കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട്. അതായത് നമ്മൾ അധികം ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇവർ പോയി പറയുന്ന ഫ്രണ്ട്സ് സെയിം ഏജ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. അവർക്ക് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയണമെന്നില്ല. മാതാപിതാക്കളോട് പറയുന്നതിന് നമുക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്, ടീച്ചേഴ്സിനോടായാലും ഒക്കെ പറയുന്ന ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരാളുടെ അടുത്ത് പോയി പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും നല്ലത് പ്രോപ്പർ കൗൺസിലിംഗ് ആണ്. കൗൺസിലറുടെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല, നാളെ അവർ അത് വെച്ച് നമ്മളെ മിസ്യൂസ് ചെയ്യില്ല എന്നൊക്കെ ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയി പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉയർന്നു വരാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. അധികവും നമ്മുടെ മെന്റൽ ഹെൽത്ത് തന്നെയാണ് നമുക്ക് എത്രത്തോളം ക്വിക്കായിട്ട് അതിൽ നിന്ന് ഉയർന്നു വരാൻ പറ്റും എന്നുള്ളത് വളർന്നു വന്ന സാഹചര്യം പ്രധാന ഘടകമാണ്. ചില വീടുകളിലൊക്കെ കുട്ടികൾ വളരെ കൊഞ്ചിച്ച് ലാളിച്ച് എല്ലാം കൊടുത്ത് വളർന്ന മക്കളാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വളർന്ന് പുറത്തോട്ട് വരാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും. ഇപ്പൊ ജീവിത സാഹചര്യങ്ങളാണ്. ഈ ചുറ്റും നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ ഇപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇവരോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് പൊതുവായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിയാണ്, പക്ഷെ അവർക്ക് ശരിയായിട്ട് ഇത്തരം കാര്യങ്ങളെ ഇവർ പറയുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇവർക്ക് തോന്നുമ്പോഴാണ് ഇവർ പുറത്തുള്ള ആൾക്കാരെ ആശ്രയിക്കുന്നത്. ഇതിനൊരു റെമഡി എന്ന് പറയുന്നത് കൗൺസിലേഴ്സ് മാത്രമാണോ, അതേ ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഈ അച്ഛനും അമ്മയായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ബുദ്ധിപൂർവ്വം മെനഞ്ഞെടുക്കേണ്ടതുണ്ടോ? ഓൾ ഓഫ് എ സഡൻ നമുക്ക് അച്ഛനോടും അമ്മോടും പെട്ടെന്ന് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. തുടക്കം മുതലേ ഉണ്ടാവണം. എനിക്ക് 2 മക്കളാണ്. എൻ്റെ മൂത്ത മോൾക്ക് 20 വയസ്സാണ്. അവളുടെ അടുത്ത് ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവൾ ഒരു റിലേഷൻഷിപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവൾ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അറിയാം. കാരണം ഞാനും മോളും കൂടി പുറത്തോട്ട് നടക്കാനായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും പയ്യന്മാരെ കണ്ടാൽ ഞാൻ ഇപ്പോഴും പറയും, എടി ആ ചെക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനൊന്ന് ലൈൻ അടിച്ചാലോ എന്ന് പറയാവുന്ന സ്വാതന്ത്ര്യം എനിക്ക് അവളോടുള്ളിടത്തോളം അവൾക്ക് തിരിച്ചു അതുണ്ടാവും. അതല്ലാതെ നമ്മൾ റിലേഷൻഷിപ്പിൽ ചെന്ന് പെടുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛനും അമ്മയുടെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഓൾ ഓഫ് എ സഡൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് തുടക്കം മുതലേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പോയി പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഞാൻ എൻ്റെ മോള് നല്ല മുട്ടനടിയാന്ന് വിചാരിക്കും, ഞങ്ങൾ തമ്മിൽ നല്ല ഇങ്ങനെ ഒരച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ ഇവള് വന്നിട്ട് എൻ്റെ അടുത്ത് റിലേഷൻഷിപ്പിൻ്റെ കഥ പറഞ്ഞാൽ ഞാൻ മടൽ വെട്ടി അടിക്കുകയല്ലേ ചെയ്യുക, പിന്നെ ധൈര്യമായിട്ട് അവർ വന്ന് പറയില്ലല്ലോ. അപ്പോൾ തുടക്കം മുതലേ വീടുകളിൽ അങ്ങനെ ഒരു അതിൻ്റെ കമ്പാഷനേറ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പാരൻസ് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പിള്ളേരൊക്കെ ഇപ്പോൾ പഴയ പോലെയും കൂടി അല്ലല്ലോ. ഇപ്പോൾ ആളുകൾക്ക് നശിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിരന്ന് നിൽക്കല്ലേ. അതിന് ഏജ് പോലും ഒരു ഫാക്ടർ അല്ല. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ടല്ലോ, ആളുകൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ പോയി പെടാനായിട്ട് ഏജ് ഒന്നും ഒരു വിഷയമേ അല്ല. നമ്മളെക്കാൾ ഒരുപാട് പ്രായത്തിൽ താഴെയുള്ളവരോ ഉയരത്തിലുള്ളവരോ അതൊന്നും ഒരു ഫാക്ടർ അല്ല. ആർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പെട്ടുപോകാവുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ഇത് കഥകളൊക്കെ പറയുമെങ്കിലും ഇവരൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതേ സംബന്ധിച്ച് പറയാൻ അച്ഛനും അമ്മയുടെ അടുത്ത് പറയാൻ മടിയുണ്ടാവും. പക്ഷെ അതിനെ കൂടെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന മാതാപിതാക്കളൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൗൺസിലറാണ് ഒരു പരിഹാരം എന്ന് പറയുന്നത്. പക്ഷെ ഇത് തന്നെ കൗൺസിലറുടെ അടുത്ത് പറയാനുള്ള നോളജ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇതിന് എന്ത് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കും? അതിന് നമുക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ നെറ്റ് ചുളിയാണ്. കാരണം പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒന്നിച്ചിരുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ല. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ ആൺപിള്ളേരും പെൺപിള്ളേരും ഒന്നിച്ചൊരു ബെഞ്ചിൽ മുട്ടി ഇരുന്നാൽ എന്താണ് പ്രശ്നം? നമ്മുടെ അവിടെ ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പഠിപ്പിച്ചിരുന്ന പല സ്ഥാപനങ്ങളിലും ബോയ്സ് വേറെ ഗേൾസ് വേറെ തന്നെയാണ്. അങ്ങനെ വേറെ ഇരുത്തുമ്പോൾ തന്നെ നമുക്ക് അവരെന്തോ ആണ്, നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത എന്തോ സാഹചര്യമാണ്. നമ്മുടെ ഉള്ളിലൊരു വെറുതെ ഒരു അട്രാക്ഷനും ഒരു സംഭവമൊക്കെ എന്തോ ഒരു സംഭവം ഒരു എത്തിനോട്ടം ആളുകൾക്ക് എന്നും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നിച്ച് ഇടപഴകി അവർ വളരുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ സ്കൂളുകളിൽ വെറുതെ ഇങ്ങനെ കുറേ ലെസൺസ് പഠിപ്പിച്ച് കുറേ മാർക്ക് വാങ്ങി പിള്ളേർ ജയിച്ച് കുറേ കാണാപ്പാടം പഠിച്ച് പോകാതെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മന്ത്ലി 2-3 അവറുകൾ അതിന് വേണ്ടി വെക്കണം. നല്ല നല്ല കൗൺസിലേഴ്സ് വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് പോകണം. ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്താലും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ഒരു പരിധി വരെയൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ ഏജ് ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ ഒരുമിച്ചിരുത്തിയിട്ട് ടീച്ചർ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ക്ലാസ് എടുക്കാറുള്ളത് 8, 9, 10 ക്ലാസ്സുകാർക്കൊക്കെയാണ്. അവർക്ക് ഒന്നിച്ച് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ സ്കൂളുകാർ വിളിക്കുമ്പോൾ അധികവും സെക്സ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അല്ല. അവർ ഇപ്പോഴും കരിയർ ഓറിയന്റഡ് ആയിട്ട് ടീച്ചർ ക്ലാസ് എടുക്കൂ, കുട്ടികൾ പഠിക്കണം, കുട്ടികൾ മാർക്ക് വാങ്ങണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് വിളിക്കുക, മാനേജ്മെന്റ് വിളിക്കുക. ഞാൻ ക്ലാസ് എടുത്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ ഇടയിൽ പീര പോലെ കുറേ സാധനങ്ങളൊക്കെ കയറ്റും അവർ കേൾക്കാതെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അതാ ഞാൻ പറഞ്ഞത്, അവരിപ്പോഴും പറയുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ പറയും ഇവർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം, കുട്ടികൾക്ക് അതൊക്കെ ആവശ്യമില്ലെന്ന്. അത് വേണ്ട ടീച്ചറെ, മാർക്ക് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് പറ, നല്ലോണം പഠിക്കാൻ പറ, എത്ര മണിക്കൂർ പഠിക്കണം എന്ന് പറ. അങ്ങനെ അതായത് ഇപ്പോഴും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള പ്രധാന അധ്യാപകരോ ടീച്ചേഴ്സോ ഒക്കെ കുട്ടികൾക്ക് എങ്ങനെ മാർക്ക് വാങ്ങും, കുട്ടികളെ എങ്ങനെ ജീവിക്കാമെന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ പ്രളയം വന്ന സമയത്ത്
നമ്മൾ എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രളയം വന്ന് വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ രക്ഷിക്കാനായി ഓടി വന്ന അധികം ആളുകളും ഈ റോഡ് സൈഡിൽ നമ്മൾ തെണ്ടിപ്പിള്ളേരെന്ന് കുത്തിയിട്ടുള്ള ഒരു കാറ്റഗറി ആളുകളുണ്ടല്ലോ, അവരാണ് രക്ഷിക്കാൻ വരിക. അല്ലെങ്കിൽ ഈ വൈറ്റ് കോളേർഡ് ആയിട്ട് ഭയങ്കര അടിപൊളിയായി നടക്കുന്ന പഠിപ്പിസ്റ്റുകളൊന്നും ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ആരെയും കൈപിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരാനൊന്നും വന്നിട്ടില്ല. അതായത് ജീവിത സാഹചര്യങ്ങളാണ് എപ്പോഴും ആളുകളെ, അത് പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ വളരണം എന്നുള്ളതാണ്. പ്രശ്നങ്ങളില്ലാതെ വളരുന്ന കുട്ടികൾ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ആകെ കൊളാപ്സ് ആയി പോകാറാണ് പതിവ്. അതിപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വളരെ പത്തറ്റിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഒരു വേറിട്ട രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് പോലും അത് പ്രശ്നമാവാറുണ്ട്. ഞാൻ നിഷ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് ടൈം കിട്ടി കഴിഞ്ഞാൽ കുട്ടികളോട് പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. പിള്ളേർ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. എവിടെ നശിച്ചു പോകാനാണ്? അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട്. പക്ഷെ അധികം കുട്ടികളും ടീച്ചർമാരായിട്ട് അത് പറയില്ല. കാരണം ടീച്ചർമാരോട് പറഞ്ഞാൽ അത് ഉടനടി ഫോൺ വിളിച്ചിട്ട് പാരൻസിനെ വിളിച്ച് പറയുകയാണ് ചെയ്യാം. ഏതെങ്കിലും ടീച്ചർ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പയ്യൻ ഒരു കുട്ടിയുടെ കൂടെ ബൈക്കുമ്പോൾ വന്നു, ടീച്ചർമാർ അവളെ വിളിച്ച് ഉപദേശിക്കുന്നതിന് പകരം നമ്പർ കുത്തിയിട്ട് പാരൻസ് അറിഞ്ഞാ നിങ്ങളുടെ മോനെ ഈ മാരിയേട്ടാ നോക്കിക്കോണെങ്കിൽ എന്ന് പറയും. അപ്പോൾ അവർക്ക് ടീച്ചറോട് ദേഷ്യവും ചെയ്യും. അപ്പോൾ ഇവിടെ ബൈക്ക് പോകുന്ന ഇറങ്ങുന്ന ആൾ കുറച്ച് ദൂരെ പോയി ഇറങ്ങുന്നല്ലാതെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവർ തുടരും. പക്ഷേ ടീച്ചേഴ്സിനോടുള്ള ആ ഒരു ട്രസ്റ്റ് അവർക്ക് ബ്രേക്ക് ആയി പോകും. ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആവുന്നിടത്ത് പിന്നെ കുട്ടികളൊന്നും പറയില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ മിംഗിൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഫിക്സ് ചെയ്യേണ്ടത് പിൽക്കാലഘട്ടത്തിൽ. അപ്പം ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഈ ചോദ്യമൊക്കെ നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ തമ്മിൽ നേരത്തെ ചെയ്യിപ്പിക്കണോ? യഥാർത്ഥത്തിൽ ഇതെന്തെങ്കിലും നമ്മൾ പഠിക്കണമെങ്കിൽ ഇതിനുള്ളിലൂടെ പോകണം. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും അത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ബാധ്യതയിലേക്ക് നമ്മൾ വിടും. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമുക്ക് എല്ലാത്തിനോടും സെന്റിമെന്റ്സ് ഉണ്ട്. ഇതിനകത്തുനിന്ന് പിന്നെ ഒന്നും പഠിക്കാനും പറ്റില്ല. പിന്നെ ഉള്ള റിലേഷൻസിനെയൊക്കെ നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുകയും ചെയ്യും. എന്നാൽ പ്രീ മാരിറ്റൽ സാധനങ്ങളൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇതിലെവിടെ ഇതിന്റെ കോൺഫ്ലിക്റ്റ് എപ്പോൾ പരിഹരിക്കാന്നാണ് നമ്മൾ? അതെ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് എടുത്തു ചാടുന്ന ആളുകൾക്ക് വരുന്ന ഏറ്റവും മെയിൻ പ്രശ്നങ്ങളാണിത്. കാരണം കല്യാണം എന്താന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും രജനീഷ് പറഞ്ഞ പോലെ കുട്ടിയായി കഴിഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ജീവിതം വെറുതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നല്ലാതെ അതിലൊരു കളർഫുൾ ആയിട്ട് ഒന്നും അവർ കണ്ടെത്താൻ അവർക്ക് പലപ്പോഴും പറ്റാറില്ല. ഇനി പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. കാരണം പ്രേമിച്ച് നടക്കുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഇടപഴകാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ അവർ കുറച്ചുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതല്ലാതെ തികച്ചും അപരിചിതരായ രണ്ടാളുകൾ വെറും ഒരു ചായ മാത്രം കൊടുത്തുള്ള ബന്ധത്തിന്റെ പേരിൽ കല്യാണം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാലോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പ്രശ്നം വന്നിട്ട് കൗൺസിലിങ്ങിന് പോകുന്നതിന് പകരം ഇടയ്ക്കൊരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ടൂർ പോകുന്ന പോലെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ട് നമ്മളുടെ കാര്യങ്ങൾ, അത് തല്ലുകൂട്ടം തന്നെ ആവണമെന്നില്ല. ഞാൻ പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. അതായത് നമ്മൾക്ക് പരിചയമുള്ള ആളുകളാവരുത്. ഒരു കൗൺസിലിങ്ങിന് ഒരാളെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടെത്തി വെക്കുക. ഒരു 6 മാസം കൂടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വേണ്ട കൗൺസിലിങ്ങിന് പോകാനായിട്ട്, വെറുതെ പോയി ഒന്ന് കണ്ട് നമ്മുടെ സുഖവിവരങ്ങൾ നമുക്ക് അവിടെ പോയി പറയാലോ. ഒരാൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാവരും വീടുകളിലും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും. എന്തിനാണ് നമ്മളൊരു സ്ഥിരം ഡോക്ടറെ പോയി കാണുന്നത്? ആ ഡോക്ടർക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നടന്നു പോകുന്ന നേരത്തെ അവിടെ തലകറങ്ങി വീണാൽ എന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന അനൂപ് ഡോക്ടറെ അടുത്തേക്ക് വെറുതെ വീട്ടുകാർക്ക് കൊണ്ടുപോയാൽ മതി. കാരണം അവരുടെ കയ്യിൽ ആ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ നമ്മളുടെ വീടുകളിൽ പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപേ വിവാഹം കഴിയുമ്പോൾ നമ്മളൊരു കൗൺസിലറെ കണ്ടു വെക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് ഒരു ഹായ് പറയാം, ഇടയ്ക്ക് പോയി അവർക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് ഒരു കേക്കൊക്കെ കൊടുത്ത് ഒരു ബന്ധം ദൃഢമാക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നതിന് മുൻപേ അവരുടെ അടുത്ത് പോയി ജസ്റ്റ് ഒരു കോൾ വിളിക്കുമ്പോഴേക്കും നമ്മളെ വിളിച്ച് അവർക്ക് ഒരുപക്ഷെ പറഞ്ഞുതരാൻ പറ്റും. കാരണം ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത്ര ഭംഗിയായി നമുക്കത് അവതരിപ്പിക്കാൻ കഴിയണമെന്നില്ല. കാരണം നമ്മൾ പ്രെജുഡൈസ് ആയിട്ടാണ് പിന്നെ സംസാരിക്കാം. രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവും തല്ലുകൂടുന്ന നേരത്ത് ഞാൻ ജയിക്കാനാണ് ഞാൻ എപ്പോഴും നോക്കുക. അല്ലാതെ വേറൊരാളുടെ ഷൂസിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റിയ ഒരു ബന്ധക്കാരോ സുഹൃത്തുക്കളോ അല്ലാതെ ഒരു കൗൺസിലിങ്ങിന്റെ ആളെ സ്ഥിരമായിട്ട് വെക്കുക. ഇടയ്ക്ക് പോയി ആ ഒരു ബന്ധം പുതുക്കുക. അത് വളരെ നല്ലതായിരിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് പറയുന്നതിന് ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും പറയണമല്ലോ, നമ്മൾ നാട്ടുകാരുടെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരും. അപ്പോൾ വിവാഹത്തിന് ശേഷമാണ് ഈ പ്രപ്പോസൽസ് ഒക്കെ വരാനും സാധ്യതയുള്ളതൊക്കെ. ഇതൊക്കെ എങ്ങനെയാ ഈ സുന്ദരി കൈകാര്യം ചെയ്തു പോണേ? പ്രപ്പോസൽസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നോണയായി പോകും. ഒരുപാട് പ്രപ്പോസൽസ് വരാറുണ്ട്. അത് പല ടൈപ്പിലുണ്ടല്ലോ. കോഴിത്തരമാണ് അധികം. കോഴികൾക്കാണല്ലോ കൂടുതലും ഇപ്പോൾ അധികം മാർക്കറ്റ്. കോഴിയായിട്ട് വരുന്നവരുണ്ട്, ലവറായിട്ട് വരുന്നവരുണ്ട്, ബെസ്റ്റി ആയിട്ട് വരുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ ആരാധകരായിട്ട് വരുന്നവരുണ്ട്. ഫാൻ ബേസിൽ നമുക്ക് പല ടൈപ്പ് ആളുകളെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. നമ്മളതിനെ വളരെ എന്താ പറയുക, വളരെ ലാഘവത്തിൽ അതിനെ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവരെ ആരെയും നമുക്ക് ഈ
ആരാധകരെന്ന് പറഞ്ഞ വെട്ടുകിളികളെ പോലെയാണ്. ഇന്ന് കുറച്ച് തീറ്റിട്ട് കൊടുത്താൽ അവരത് കൊത്തി തിന്നും, നാളെ വേറെ എവിടെയെങ്കിലും തീറ്റ കണ്ട് അവർ പറന്നു പോകും. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ വീഡിയോ കോൾ അവർ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനും നിൽക്കില്ല, ജസ്റ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടും. ആ വീഡിയോ കോൾ ബ്ലോക്ക് ചെയ്യാൻ തന്നെ കുറച്ച് സമയം നമുക്ക് ചെലവാകുന്നു മാത്രം. അപ്പൊ ശീലമായി, യൂസ്ഡ് ആയി, അതൊക്കെ വന്നില്ലെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. ഓരോരോ വഴികളുണ്ട് ദാസ ഓരോന്നിനും. അപ്പോൾ ഈ മെയിനായിട്ട് റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇനി ഉണ്ടാവാൻ പോകുന്ന കാലഘട്ടത്തിനെ കുറച്ചുകൂടെ എക്യുപ്ഡ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കൗൺസിലിംഗ് മോഡിലോ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കുറച്ചുകൂടെ എക്യുപ്ഡ് ആയി നിന്നില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു വിദ്യാഭ്യാസം വേണം, അക്കാഡമിക്കലി വേണം, അല്ലാതെ ഒബ്സർവേഷൻസ് വേണം, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ പഠിക്കുകയും വേണം ചില കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് പോവേണ്ടതെന്നാണ്. കാരണം നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്, അതിൻ്റെ ഒരു ടാബു വീണ് കിടപ്പുണ്ട്. സത്യത്തിൽ ആരോഗ്യപരമായ സമൂഹത്തിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ? അപ്പം ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ അക്കാഡമിക്കലി പഠിച്ചിട്ട് വേണ്ട ഈ സൊസൈറ്റിയിൽ നിങ്ങളൊക്കെ അല്ലേ ഇത് പകർത്തേണ്ടത്? ഇതിപ്പോ രജനീഷ് പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, റിലേഷൻഷിപ്പ് എന്നുള്ള വാക്കൊക്കെ പോയ കാലം കഴിഞ്ഞു. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പിലൊക്കെയാണ് ആളുകൾ എത്തിച്ചേർന്നത്. കാരണം ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാള്, ഇപ്പൊ ഞാൻ ബസ്സിൽ പോകുന്ന സ്ഥലത്ത് അവിടെ ഒരാള്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാള്, അങ്ങനെയാണ് സിറ്റുവേഷൻഷിപ്പാണ്. അപ്പൊ നമ്മളൊക്കെ ഇപ്പോഴും പഴയ ജനറേഷൻ എന്ന് പറയാലോ. ഞാൻ രജനീഷും ഏകദേശം ഒരേ ജനിച്ചത് അങ്ങനെയാണെങ്കിലും പക്ഷെ ഞാൻ പഴയ ആളല്ല, ഞാനല്ല, പ്രായം കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, പ്രായം കൊണ്ട് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ കുറിച്ച് മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചാൽ തിരികല്ല് കെട്ടി ഏതാണ്ട് കടലിൽ താഴ്ത്തുന്നതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ വേറൊരാളെ മനസ്സിൽ പോലും ചിന്തിക്കുന്നത് തെറ്റാന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സിറ്റുവേഷൻഷിപ്പ് ഒക്കെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ സ്ഥലത്തും ഓരോ ആളുകളാണ്, ഒരു വളരെ സിമ്പിൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും പെട്ടുപോകുന്നത് ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ് എപ്പോഴും പെട്ടുപോകുന്നത്. ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. അവരൊരു കോൾ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമായി, നമ്മളൊരു മെസ്സേജ് അയച്ചു അത് ഡബിൾ ടിക്ക് വന്നില്ലെങ്കിൽ പ്രശ്നമായി, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആയില്ലെങ്കിൽ പ്രശ്നമായി, നമ്മൾ വിളിച്ച് ഫസ്റ്റ് കോളിൽ എടുത്തില്ലെങ്കിൽ പ്രശ്നമായി, അപ്പുറത്ത് എൻഗേജഡ് ആയ പ്രശ്നമായി. അതേസമയം ഈ ഫോക്കസ് മാറ്റി പലരിലേക്കുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ ഈ ഫോക്കസിലാണ് പ്രശ്നം വരുന്നത് എന്ന് കരുതി ഫോക്കസ് ഇല്ലാതെ ഒരു പ്രണയം മുന്നോട്ട് പോവില്ലല്ലോ. ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഫോക്കസ് നമ്മളിലേക്ക് വന്ന എല്ലാ പ്രശ്നം കഴിഞ്ഞു. എപ്പോഴും നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആകാൻ പറ്റിയത് നമ്മളുടെ അവർ ഓൺ സെൽഫിനോടാണ്. നമുക്ക് നമ്മളെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും നമ്മളെ എഫക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റൊരാളുടെ പ്രതികരണം നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, വേറൊരാൾ മിണ്ടാതായി നമുക്ക് ഹേർട്ടാവില്ല, ഒന്നുമില്ല. നമ്മളെ പ്രോപ്പറായിട്ട് സ്നേഹിച്ചാൽ മൊത്തം കാര്യങ്ങൾ സെറ്റാണ്. അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, ഇത് ഇയാൾ കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് മറികടക്കുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ തമാശയ്ക്ക് പറയും ചായ കുടിച്ച് പിരിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും, അടിച്ച് എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് അതൊക്കെ പറയും, അങ്ങനെയാണ് പിരിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, നമ്മളാകെ പെട്ടുപോകുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം ആൾക്കാരുടെയൊക്കെ നഷ്ടപ്പെടും. ആ സമയത്ത് എന്ത് സമചിത്തത കാണിക്കുമെന്നാണ്, എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുക? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണോ പ്രാക്ടീസ് ചെയ്യാൻ? അതായത് സാധാരണ നമ്മളെല്ലാവരും പറയുന്നതാണ്, അവന് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് അവന് ഇന്നലെ വേണ്ട. ഇതൊക്കെ ഡയലോഗാണ് അല്ലെ. കമ്മലിട്ടവൻ പോയാൽ കുണുക്കിട്ടവൻ വരും, ഇതൊക്കെ ഡയലോഗിൽ മാത്രമാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. രജനീഷും അനുഭവിച്ചിട്ടുണ്ടാവും തീർച്ചയായും. അതെ, അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭീകരമായ അവസ്ഥയാണ്. ചിലർ വളരെ ഡിപ്രഷനിലേക്കൊക്കെ കടന്നു പോകും. ഞാൻ പറയുകയാണെങ്കിൽ ഈ ബ്രേക്കപ്പ് ഇവർ ഒന്നിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈസിയാണ്. അത് ബ്രേക്കപ്പിന്റെ സമയത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് കട്ടായി പോകരുത്. കാരണം നമ്മൾ ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണ പോലെ ചില ആളുകൾ ബ്രേക്കപ്പ്, നാളെ തൊട്ട് നിന്നെ ഞാൻ കാണില്ല, പിന്നെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു, ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടു, എവിടെ വെച്ച് കണ്ടാലും കാണാൻ പറ്റാത്ത പോലെ സ്ട്രേഞ്ചേഴ്സായി പിരിയുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇവരൊന്ന് കാണുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ട് അവർക്ക് ജസ്റ്റ് ഒരു ഹായ് പറയാം, ഫ്രണ്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കണ്ടു കഴിഞ്ഞാലും ഒരു ഹായ് പറയാവുന്ന പോലെ ഈ ബ്രേക്കപ്പും ഒന്നിച്ച് തന്നെ ഇവര് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ നമ്മൾ മാസങ്ങൾ എടുത്തിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ എത്തുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ആ കൂടെ തന്നെ നിന്ന് ആ എവിടെ നിന്നാണോ ഇവർ പുറപ്പെട്ടെ അവിടേക്ക് തന്നെ തിരിച്ചെത്താനും ഒന്നിച്ചുള്ള യാത്ര ഗുണം ചെയ്യും. അങ്ങനെ ഒന്നിച്ച് തന്നെ ഇവർ തിരിച്ചു പോയി ആ ഒരു സ്ലോ ഡൗൺ ചെയ്യാനും ഒന്നിച്ചുണ്ടാവണം. അപ്പോഴാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹാരമാവുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മെമ്മറി നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാസങ്ങളോ മിനിമം ഒരു 6 മാസം വേണം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മെമ്മറി ലോസ് ഉണ്ടാവാനായിട്ട്. 6 മാസക്കാലം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയാലും എനിക്ക് പ്രശ്നമില്ല, നമ്മൾ റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കുക. അവ പോയാൽ എനിക്ക് പ്രശ്നമേ ഇല്ല, എനിക്ക് അവനില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ എത്രത്തോളം നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത്. അവൻ പോയാൽ നമുക്ക് പ്രശ്നമുണ്ട്, കാരണം ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഇത്രയും ദിവസം നമ്മൾക്ക് അവന്റെ എല്ലാ സ്നേഹവും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്റെ എല്ലാ തരത്തിലുള്ള മെമ്മറിയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു 6 മാസം മിനിമം ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാനായിട്ട് എടുക്കും.
അപ്പൊ അവൻ ഇല്ലെങ്കിൽ എനിക്ക് വിഷയമല്ല എന്ന് പറയാതെ അവൻ ഇല്ലെങ്കിൽ എനിക്ക് വിഷയമാണ്. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം. എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ മിനിമം ഒരു 6 മാസം വേണമെന്ന് ആദ്യമേ അംഗീകരിക്കുക. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി മുതൽ അവൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല, പക്ഷെ ഇടയ്ക്ക് വല്ലപ്പോഴും കണ്ട ഒരു ഹായ് പറയാവുന്ന രീതിയിലേക്ക് അവനെ ഞാൻ നിർത്തും എന്നുള്ള ആ ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കാണാവുന്ന രീതിയിൽ ഒന്നിച്ച് ഇവർ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെയൊക്കെ അതിന് കൂടെയുള്ള ആളും കൂടി അതിന് സമ്മതിക്കണം എന്ന് മാത്രം. അതെ, ഇപ്പം ഒരു സിറ്റുവേഷനിൽ ഒരു 100% സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലം, അത് വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ. 100% എന്ന് പറയുന്ന ഒരു ശതമാനമൊന്നുമില്ല, എല്ലാം തോന്നലാണ്. അപ്പം ഈ തോന്നലുകളിൽ പോകുമ്പോൾ ചില കാര്യങ്ങളിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രശ്നം വരുന്നത്. അപ്പോഴാണല്ലോ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രശ്നം വരുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു 10-20% ആയിരിക്കും. ആക്ച്വലി 20% ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നത്, അതായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. ശരി, പക്ഷേ നഷ്ടപ്പെടുന്നത് ഇത്രയാണെങ്കിലും ഈ നിലനിൽക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻസും മറ്റുള്ളവർക്ക് കണക്ട് ചെയ്യപ്പെടേണ്ടതുണ്ടാവും. ഇതെല്ലാം കൂടെയാണ് നിന്ന് പോകുന്നത്. ഇത് നിർത്താതെ ശരിക്കും സമചിത്തതയോടുകൂടി ഇപ്പം 40 ഉണ്ട്, ഈ 40-60 ആയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 20 നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എങ്കിലും ഇപ്പം 40 നിൽപ്പുണ്ട്. ഈ 40 നിലനിർത്തണോ, അത് കുറച്ച് കൊണ്ടുവരണോ, അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. അതിനകത്ത് പ്രേമത്തിന്റെ എലമെന്റ് പോകുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ഹാലിളവുന്നത്. ആ ഹാലിളക്കം മനസ്സിലാക്കി എടുത്താൽ പോരെ, അങ്ങനെയല്ലേ അതിനെ മാനേജ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് അയാൾ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നുകയാണ്. അയാൾക്ക് അത്രമാത്രം ഭംഗിയൊന്നും ആക്ച്വലി ഇല്ല എന്നുള്ളത് ഈ പ്രേമത്തിൽ നിന്ന് മാറി അപ്പുറത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവനെയാണോ നമ്മൾ ഇത്ര നാൾ കൊണ്ടുവന്നത്, അയ്യേ ഇവനെ കൊള്ളില്ലല്ലോ എന്ന് തോന്നുന്നത് ആ പ്രേമം എന്ന് പറഞ്ഞ എലമെന്റ് പോകുമ്പോഴാണ്. പ്രേമം വന്നാൽ നമ്മൾ പൊട്ടന്മാരാവാണല്ലോ, നമ്മൾ ശരിക്കും മൂക്കൂത്തി വീഴാണ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം പ്രേമത്തിലുള്ള ഒരാൾ മാത്രമേ മൂക്കുകുത്തി വീഴുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒരേ ലെവലിലല്ല പ്രേമം. ഒരാളുടെ ഉള്ളിലുള്ളത് ഭയങ്കരമായ ഒടുക്കത്തെ പ്രേമം, മറ്റേ ആൾക്കുള്ളത് ഭയങ്കര പ്രാക്ടിക്കൽ സെൻസിലുള്ളതാണ്. അപ്പൊ ഈ ബ്രേക്കപ്പും അതുപോലെ തന്നെയാണ്. ഒരാൾ മാത്രമാണ് ഭീകരമായിട്ട് എഫക്ട് ചെയ്യുന്നത്, മറ്റേ ആളെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ രജനീഷ് പറഞ്ഞ പോലെ ആ ഒരു സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഇതില് പ്രാക്ടിക്കൽ സെൻസുള്ള ഒരാൾ വേണം മുൻകൈ എടുക്കാനായിട്ട്. ഇമോഷണലി നിൽക്കുന്ന ആൾ ഓൾറെഡി തകർന്ന് തരിപ്പണായി നിൽക്കുകയാണല്ലോ. അപ്പൊ പ്രാക്ടിക്കൽ സെൻസുള്ള ആള് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു തകർച്ചയുടെ ആഴം ഒന്ന് കുറയും. കുറച്ചുകൂടെ പ്രാക്ടിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവാം, 1 മാസം വരെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒരിക്കൽ വിളിച്ചാൽ മതിയാവും. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഉണ്ടോ പൊതുവിൽ പറയാം? അതിപ്പോ ഓരോ ബന്ധങ്ങളും ഓരോ തരത്തിലാണ്. ചില ആളുകൾ വളരെ ഈസി ആയിട്ട് വന്നിട്ട് ഹായ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും. ചിലർ മാസങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരു ഇഷ്ടം പറയുന്നത്. അതുപോലെ തന്നെയാണ് എങ്ങനെയാണോ നമ്മൾ ഇവിടേക്ക് എത്തിയത് അതുപോലെ തന്നെയാണ് ആ തിരിച്ചുള്ള പോക്കും. ചില ആളുകൾ വളരെ ഈസി ആയിട്ട് ബന്ധത്തിൽ എത്തിച്ചേർന്നവരായിരിക്കും, ചിലർ കുറേ സമയം എടുത്തിട്ടായിരിക്കും ആ ഒരു ഇഷ്ടം പോലും അവതരിപ്പിച്ചത്. അതുപോലെ തന്നെയായിരിക്കും ആ തിരിച്ചുള്ള പോക്കും. കാരണം മെമ്മറി അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവുക. ഒരു ആരോഹണ അവരോഹണ ക്രമത്തിൽ എത്രത്തോളം സ്പീഡിലാണോ കയറിയിട്ടുള്ളത് അതേപോലെ തന്നെ ഏത് ഒരു പേസിലാണോ കയറി വന്നിട്ടുള്ളത് ആ പേസിൽ തന്നെ വേണം ഇറങ്ങിപ്പോവാനായിട്ട്. അതായിരിക്കും അതിന്റെ ഒരു ഉചിതമായ രീതി. റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് പെട്ടെന്ന് പറയാം, പക്ഷെ രക്ഷപ്പെടുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര സങ്കടത്തിൽ പെട്ടിരിക്കുവാണ്. അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു വരാൻ ഇപ്പോൾ ഒരു പീരീഡ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഒരാഴ്ച ഭയങ്കര കഠിനമായിരിക്കും. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇതൊരു കൃത്യമായിട്ട് സയന്റിഫിക്കലി വേർതിരിക്കാൻ പറ്റുമോ? അതങ്ങനെ സാധിക്കില്ല. അത് ഓരോ വ്യക്തിപരമായിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ വ്യക്തികളുടെ മാനസികാവസ്ഥ അനുസരിച്ച് അതിന്റെ കാഠിന്യവും എത്രത്തോളം നമ്മൾ ആ ബന്ധത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധത്തിലാവുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും അവരുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടാണ് എഴുന്നേൽക്കുന്നത്. അവരുടെ ഗുഡ് നൈറ്റ് മെസ്സേജ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ചില ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ പോലെ അവരുമായിട്ട് നമ്മൾ അത്ര അറ്റാച്ച്ഡ് ആവുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്തും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം പ്രണയത്തിലാവുന്ന വ്യക്തി നീ കുളിച്ചോ ഉണ്ടോ ഉറങ്ങിയോ, അപ്പുറത്തുള്ള വ്യക്തിക്ക് പനി വരുമ്പോൾ നമ്മുടെ ഏട്ടായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫീൽ അവർ നമുക്ക് തരും. അത് നീ ചായ കുടിച്ചോ, ഒരു കട്ടൻ ചായ കുടിച്ചാൽ നിന്റെ പ്രശ്നം തീരും, ഒരു വിക്സ് എടുത്തോ അങ്ങോട്ട് പെരുട്ട്, എന്താ കുണുവാവേ മാറിയോ വയ്യായ എന്നൊക്കെ ചോദിച്ച് നമ്മളെ ഒരു ട്രോമ ബോണ്ടിലേക്ക് അവർ കൊണ്ടെത്തിക്കുകയാണ്. അത് ആക്ച്വലി അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പ്രണയത്തിലാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലവ് ബോംബിംഗ് ആണത്. അതിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ നമ്മുടെ കൂടെ അത്രയും നാളും കമ്പാഷനേറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇല്ലാതായി എന്ന് അറിയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പ്രണയത്തിലുള്ള സമയത്തും നമ്മൾ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്രകൾ ചെയ്യണം. ഒറ്റയ്ക്ക് ഒരു സെൽഫ് ലവിനായിട്ട് സമയം കണ്ടെത്തണം. ഒരു വൈകുന്നേരം അയാളില്ലെങ്കിലും നമ്മളൊന്ന് നടക്കാൻ പോകണം. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു സമയം നമ്മൾ ആദ്യമേ കണ്ടെത്തി വെക്കുകയാണെങ്കിൽ പ്രണയത്തിൽ നിന്ന് പോയാലും ബ്രേക്കപ്പ് ആയാലും ആ സമയം അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ടാവും. അതല്ലാതെ 24/7 ആ വ്യക്തിയുടെ കൂടെ മാത്രം നമ്മളായിരുന്നെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ അയാൾ അങ്ങ് പോയി, പിന്നെ നമുക്കൊരു വാക്വമാണ്. അതിന് പകരം പ്രണയത്തിലുള്ള സമയത്തും അയാളുടെ അടുത്ത് പറയാം കുറച്ച് സമയം എനിക്ക് വേണ്ടിയുള്ളതാണ്, എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെലവഴിക്കാനുള്ളതാണ്.
എനിക്ക് വേണ്ടി എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ, എനിക്ക് പാട്ട് കേൾക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ, അങ്ങനെ ഒരു നമ്മുടെ അവർ ഓൺ ടൈം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയാലും നമുക്കൊരു പരിധി വരെ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി വരാനായിട്ട് പറ്റും. 40കളിൽ എത്തുമ്പോൾ ഇതൊക്കെ പറയാൻ കുറച്ചുകൂടെ ആർജവമൊക്കെ കിട്ടും. പക്ഷെ കുറച്ചുകൂടെ പിന്നിലെ അനുഭവങ്ങൾ കൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ അനുഭവം കേട്ടിട്ട് മറ്റുള്ളവർ വളരുന്നതാണ് അവർക്ക് കുറച്ചുകൂടെ സൗകര്യം. അങ്ങനെയല്ലേ കരുതുന്നത്? കാരണം 40-ൽ എത്തുമ്പോൾ പിന്നെ നമുക്കിനിപ്പോൾ ഈസിയാണ് കാര്യങ്ങൾ ചിന്തിക്കാൻ. കാരണം നമുക്കറിയാം ലൈഫിൽ ഇനി ഒരു ക്ലൈമാക്സ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനി ആളുകളെ കുറിച്ചൊന്നും നമ്മൾ ബോധേഡല്ല. അപ്പോൾ നമുക്ക് ഈ 40-ൽ എത്തുന്ന ആളുകളെ പ്രണയിക്കാൻ ഭയങ്കര ഈസിയാണെന്ന് പറയും. കാരണം അവരുടെ ഉള്ളിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രണയിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ നഷ്ടപ്രണയങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വീണ്ടെടുക്കുന്നത് 40-ന് ശേഷമാണ്. അതുകൊണ്ട് 40 കഴിഞ്ഞവളെ അല്ലെങ്കിൽ 40 കഴിഞ്ഞവനെ പ്രണയിച്ചാൽ കുറച്ചുകൂടി അടിപൊളിയാന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പൊ ഈ 40 കഴിഞ്ഞ ആളുകളുടെ അടുത്ത് ഉപദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അത്. കാരണം അനുഭവ സമ്പത്ത് കുറച്ച് കൂടുതലാണല്ലോ. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു മാച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ലാംഗ്വേജ് പുതിയതാണ്, പുതിയ കുട്ടികളുടെ ലാംഗ്വേജ് പുതിയതാണ്. അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഭാഷയിൽ തന്നെ സംസാരിക്കണ്ടേ? അതിന് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു 40കളിലുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? നമുക്ക് അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ എന്നേ ഇവിടുന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകേണ്ട സമയം കഴിയും. കാരണം നമ്മളെപ്പോഴും അവരോടൊപ്പം വളരണം. ഇപ്പോൾ നമുക്ക് ചെറുപ്രായത്തിലുള്ള ഈ ടീനേജിലുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ കൂടെ വളരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരുടെ കൂടെ വളരുമ്പോൾ അവരുടെ രീതികളെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അത് നമുക്കും ഭാവിയിൽ ഉപകരിക്കും. കാരണം നമ്മുടെ പ്രണയത്തിലും അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. കാരണം അല്ലെങ്കിൽ നമ്മൾ തികച്ചും ഔട്ട്ഡേറ്റഡ് ആയി പോകും. കാരണം പുതിയ കുട്ടികൾ പറയുന്ന പല വാക്കുകളും നമുക്കറിയില്ല. ഇപ്പോൾ ഈ ബെസ്റ്റി എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഈയിടെയാണ് ആ വാക്ക് കൂടുതൽ റെലവൻ്റ് ആയിട്ട് വന്നത്. പണ്ട് നമ്മൾ എല്ലാവരും പറയാനുള്ളത് അവൻ എൻ്റെ ബ്രദറാണെന്നാണ് പറയാം. അതായത് പിടിക്കപ്പെട്ടാൽ നമ്മൾ പറയുന്ന വാക്ക് ബ്രദർ എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ബെസ്റ്റി എന്നാണ് പറയാം. ആ ബെസ്റ്റി എന്ന് പറഞ്ഞ വാക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രോഡ് വാക്കാണ്. കാരണം ലവർക്ക് കീഴെ ഫ്രണ്ടിക്ക് മേലെ എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നിയാസമാണത്. അപ്പോൾ ആ ഒരു ബെസ്റ്റിയാണ് എന്നൊരു കുട്ടി നമ്മുടെ ഒരു മകൾ വന്ന് പറയാണ്, മകൻ വന്ന് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ അവരെ നിരീക്ഷിച്ചില്ലെങ്കിൽ അവർ വലിയ പടുകുഴിയിലേക്കാണ് വീഴാൻ പോവുക. അപ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ വളർന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഷകളും അവർ പറയുന്ന കാര്യങ്ങളും അവർ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കും ഈ കാലത്തിനോടൊപ്പം വളരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ പോസിറ്റീവായി സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ശരിക്കും നിഷ റാഫേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിലെ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോ അല്ലെങ്കിൽ സങ്കല്പം എന്തായിരിക്കും പ്രണയം എന്ന് പറയുന്നത്? ഈ ജോൺസൺ മാഷ് മഴ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് പ്രണയം? പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. കാരണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തൊരു വ്യക്തിയെ നമ്മൾ പ്രണയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്കൊരാളോട് ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കാൻ പറ്റും. ആ വ്യക്തി ഒരു പക്ഷേ നമ്മൾ കേൾക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. ഒരു വ്യക്തിക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയുമായി പ്രണയത്തിലാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് നൊമ്പരങ്ങളുണ്ടാവും, ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. ആ വ്യക്തിയുമായി നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാം, പക്ഷെ അയാൾക്ക് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. 2 കാര്യമാണ് പ്രണയത്തിൽ മെയിനായിട്ട് വേണ്ടത്. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്, മറ്റൊന്ന് ട്രസ്റ്റ്. ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രണയം കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം വിശ്വാസമാണ് ഏറ്റവും വലുത്. നമുക്ക് സ്നേഹം പിന്നെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, പക്ഷെ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അനുഭവസ്ഥ പറയുന്ന കേൾക്കുക. നിഷയ്ക്ക് ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നതാണ്. നിഷ ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രണയമല്ലാതെ നമ്മളിടം എന്ന് പറയുന്ന ഒരു സ്പേസ്, അത് ശരിക്കും ഉണ്ടാക്കുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അത് എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളിടം എന്ന് പറഞ്ഞാൽ ശരിക്കും അപരിചിതർ പരിചിതരാകുന്ന ഒരു ഇടമാണ്. അവിടെ ഞാനും നീയും ഇല്ല. നമ്മളിടം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ നമ്മളാകുന്ന ഇടം എന്നാണ്. ഒട്ടും പ്രജുഡിസ്റ്റിക് അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാവുന്ന ഒരു ഇടമാണത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മളെക്കുറിച്ച് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി അവർക്ക് അറിയുന്നുണ്ടോ. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാം തികച്ചും അപരിചിതരാണ്. അവരുമായിട്ട് നമ്മൾ എല്ലാ മാസവും ഒരു മീറ്റപ്പ് വെക്കുകയാണ്, അല്ലെങ്കിൽ 2 മാസം കൂടും നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് ഫ്രസ്ട്രേഷൻ ഇല്ലാതാവും, പുതിയ പുതിയ സൗഹൃദങ്ങൾ അവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കും. അങ്ങനെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഒരു ഇടമായിട്ടാണ് നമ്മളിടം നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി ആണ് നമ്മൾ അതിൻ്റെ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളിടം എല്ലായിടത്തേക്കും എത്തട്ടെ, നമ്മൾ എല്ലാവരും ഒരിടത്തേക്ക് എത്തട്ടെ, അങ്ങനെ കരുതാം. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു.